നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ദിവാസ്വപ്നങ്ങൾ കാണുകയാണ്. സുരക്ഷാ ക്യാബിനറ്റ് കൂടിയതിനു ശേഷം ഇസ്രായേലി സുരക്ഷാ ക്യാബിനറ്റ് കൂടിയതിനു ശേഷം നെതന്യാഹു പറയുന്നത് ഗസയിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുമെന്നാണ്. ഇതിപ്പോൾ കുറച്ചു നാളായിട്ട് നെതന്യാഹു പറയുന്നു ഗസയിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുമെന്ന്. ട്രംപ് നിരവധി തവണ പറഞ്ഞിട്ടുണ്ട് ഗസയിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുമെന്ന്. എന്നാൽ ട്രംപ് പറയുന്ന കാര്യങ്ങൾ നമുക്ക് തള്ളിക്കളയാം. അദ്ദേഹം പറയുന്നത് എന്താണ് എന്നുള്ളത്, അതായത് നിരവധി പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പുതിയ പോപ്പായിട്ട് ഡൊണാൾഡ് ട്രംപ് വരണമെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ ആ ഒരു പ്രസ്താവനയെ നമുക്ക് അവിടെ നിർത്തിക്കൊണ്ട് 1.5 വർഷം മുമ്പ് മറ്റൊരാൾ ഇസ്രയേൽ നടത്തിയൊരു പ്രഖ്യാപനമുണ്ട്. അതായത് ഹമാസിനെ തുടച്ചു നീക്കുമെന്നായിരുന്നു ആ ഒരു പ്രഖ്യാപനം. ആ ഒരു പ്രഖ്യാപനത്തിന് ഇപ്പോൾ എന്താണ് ഉത്തരം? തുടച്ചു നീക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. പലരും കരുതിയിരുന്നത് 1 മാസം പോലും വേണ്ട ഈ ഒരു ഹമാസിനെ തുടച്ചു നീക്കാൻ. കാരണം ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. എന്നാൽ പിന്നീട് നടന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് തന്നെയാണ്. അമേരിക്കൻ യുദ്ധ ഉപകരണങ്ങൾ വാങ്ങിക്കൂട്ടുകയും അമേരിക്കൻ സപ്പോർട്ടാണ് ഇസ്രയേലി സൈന്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ഇത്രയും വലിയ ഒരു വൻ ശക്തി കൂടെ ഉണ്ടായിട്ട് പോലും അവർക്ക് അവരുടെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ഇതുവരെയും സാധിച്ചിട്ടില്ല. എന്നാൽ ഇപ്രാവശ്യം ബെഞ്ചമിൻ നെതന്യാഹു ഗസയിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കും എന്ന് പറയുമ്പോൾ അതിന് കൂടെ തന്നെ മറ്റു ചില കാര്യങ്ങളും ഇതിനനുബന്ധമായിട്ട് നടക്കുന്നുണ്ട്. ഗസയിലുള്ള മിലിറ്ററി ഓപ്പറേഷൻ വർദ്ധിപ്പിക്കാനായിട്ട് ഈ ഒരു ക്യാബിനറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റിസർവ് ആയിട്ടുള്ള സൈനികരെ എല്ലാം തന്നെ തിരികെ വിളിച്ചിട്ടുണ്ട്. ഇത് വിരൽ ചൂണ്ടുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ ഹമാസും ഇസ്രയേലുമായിട്ടുള്ള പോര് മുറുകാനായിട്ടുള്ള സാധ്യത തന്നെയാണ്. മറ്റൊരു വാർത്ത വരുന്നത് ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന ക്രൂരതകൾക്കെതിരെ തിങ്കളാഴ്ച ഇസ്രയേലി പ്രകടനക്കാരും അതുപോലെ തന്നെ ഇസ്രയേലി പോലീസുമായിട്ടൊരു സംഘർഷമുണ്ടായി. അതായത് ഇസ്രയേലിനുള്ളിൽ തന്നെ വലിയൊരു വിഭാഗം അവർ ഗസയിലെ സാധാരണക്കാരായ ജനങ്ങൾക്കൊപ്പമാണുള്ളത് എന്ന രീതിയിലാണ് ഇപ്പോൾ ഇങ്ങനൊരു പ്രകടനം നടത്തിയിരിക്കുന്നത്. ഇസ്രയേലിന്റെ രാഷ്ട്രീയ നേതൃത്വമാണ് ഇത്തരം ക്രൂരതകൾ കാണിക്കാനായിട്ട് ചുക്കാൻ പിടിക്കുന്നത്. ഗവൺമെന്റ് വിരുദ്ധ പ്രക്ഷോഭകർ ഇസ്രയേലി പാർലമെന്റിലേക്ക് നടത്തിയൊരു മാർച്ചിലാണ് ഇപ്പോൾ ഇങ്ങനൊരു സംഘർഷം ഉണ്ടായിരിക്കുന്നത്. പാർലമെന്റിലേക്കും അതുപോലെ തന്നെ നെതന്യാഹുവിൻ്റെ വീട്ടിലേക്കുമുള്ള വഴിയാണ് ഇവർ ഉപരോധിച്ചത്. ഇങ്ങനെ ഉപരോധിച്ച ഈ പ്രതിഷേധക്കാരെയാണ് ഇസ്രയേലി പോലീസ് ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് നീക്കിയത്. അവർ പറയുന്ന കാര്യങ്ങൾ ഗസയിലെ ബന്ദികളെ ഇസ്രയേൽ ഉപേക്ഷിക്കുന്നു എന്നും റിസർവ് സൈനികരെ നിർബന്ധിത സൈനിക സേവനത്തിനായിട്ട് ഉത്തരവിലൂടെ വിളിച്ചു വരുത്തുന്നു, അധ്യാപകരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളും സർക്കാരിനെതിരെ ഈ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നുണ്ട്. അതിനിടെ ഹൂത്തികളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇപ്പോൾ ഇസ്രയേൽ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇസ്രയേലിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുള്ള ബൻഗൂവിയൻ എയർപോർട്ടിൽ ഉണ്ടായ ആക്രമണം, അതായത് ഹൂത്തികൾ നടത്തിയ ആക്രമണം, അതിന് പ്രതികാരം എന്ന രീതിയിലാണ് ഇപ്പോൾ ഇസ്രയേൽ യമനിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നത്. അതിനു പുറമെ യമൻ ക്യാപിറ്റലായിട്ടുള്ള സനയിലേക്കും അമേരിക്കൻ ഫൈറ്റർ ജെറ്റുകൾ ആക്രമണം നടത്തിയിട്ടുണ്ട്. എന്നാൽ എത്ര കണ്ട് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊന്നും ഇതുവരെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല.